അസ്സലാമലൈക്കും. റമദാൻ കരീം. ഇന്നല്ലേ ഞാനൊരു സ്പെഷ്യൽ റൈസ് ആട്ടോ, അറബിക് റൈസാണ് ചെയ്യാൻ പോകുന്നത്. ചിക്കൻ ബുഖാരി റൈസ്. നല്ല ടേസ്റ്റാണ് കേട്ടോ തിന്നാൻ. അതേപോലെ നമ്മൾ മന്തിയും കപ്സയും ഒക്കെ അല്ലേ എപ്പോഴും കഴിക്കുക. അപ്പോൾ ഒരു ചേഞ്ചായിട്ട് നമുക്ക് ബുഖാരി റൈസ് തയ്യാറാക്കാം. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ബുഖാരി റൈസിന് വേണ്ടിയിട്ട്, ചിക്കൻ ബുഖാരി റൈസിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തത്. അരിയാണെങ്കിൽ ഞാനൊരു 3/4 കിലോ, 3 കപ്പ് അരി ആട്ടോ എടുത്ത്. അതിനുള്ള മെഷർമെൻറ്റ്സ് ആണ് പറയുന്നത്. ആദ്യം നമുക്ക് ഒരു പാൻ വെച്ച് സ്റ്റവ് ഓൺ ചെയ്യേ. നമുക്ക് ഇതിലേക്കില്ലേ ചൂടായിൻ്റെ പാൻ, അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഒലീവ് ഓയിലും അതേപോലെ ഒരു 1.5 ടേബിൾ സ്പൂണ് ബട്ടറും ഇട്ട് കൊടുക്കുക കേട്ടോ. ബട്ടർ ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കൂടി ഒലീവ് ഓയിൽ നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൽ കുറച്ച് കയ്യിൽ ഏതാണോ നട്ട്സ് ഉള്ളത് അത് വെച്ച് ഞാൻ കുറച്ച് ബദാമും അണ്ടിപ്പരവും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതുണ്ട്, കുറച്ച് റൈസിൻസും ഇതെല്ലാം കൂടി നമ്മൾ സാധാ നെയ്യിൽ വറുത്ത് കോരുമ്പോൾ ആദ്യം ഒന്ന് വറുത്ത് കോരട്ടോ. നട്ട്സും റൈസിൻസും ഒക്കെ ഞാനിവിടെ വറുത്ത് കോരിയുണ്ട്. ഇനി ഞാൻ ഇതേ ഓയിലിലേക്ക് തന്നെ 1 കപ്പ് ഇങ്ങനെ മുറിച്ചിട്ട ക്യാരറ്റാണ്, ഒരു വലിയ ക്യാരറ്റ്, അതായത് 1 കപ്പ്. അതും ഇതുപോലെ വറുത്ത് കോരട്ടോ. നമുക്ക് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നവരെ വറുത്ത് കോരാം. നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രൂപത്തിലാകുമ്പോൾ നമുക്ക് ഇത് നേരത്തെ നട്ട്സിൻ്റെ കൂട്ടത്തിലേക്ക് തന്നെ കോരി മാറ്റാം. ഇനി നമുക്ക് ഇതേ ഓയിലിലേക്ക് തന്നെ കേട്ടോ. അപ്പോൾ ഈ നട്ട്സും ക്യാരറ്റും പൊരിച്ചു കോരി അതേ ഓയിലിലേക്ക് തന്നെ കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ടെടുക്കാം. നമുക്ക് എല്ലാ സ്പൈസസും കുറച്ച് ഒരു 4-5 ഗ്രാമ്പു, 4-5 ഏലക്ക, അതേപോലെ പട്ട ചെറിയ 3 കഷ്ണം, പിന്നെ ബേ ലീഫ്, മണി പെപ്പറും ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്കിതിലേക്ക് 1 ഒനിയൻ കേട്ടോ, ഒരു വലിയ സവാള അരിഞ്ഞത് ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എന്നിട്ട് നമുക്ക് ഇതൊക്കെ ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ ഉള്ളിയൊക്കെ നന്നായി ഒരു മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച 1 കിലോ ചിക്കനാണ്. അത് 4 പീസായിട്ട് കട്ട് ചെയ്താണ്. ഇതങ്ങനെ ഒരു ചിക്കൻ 4 പീസായി. ഇത് സ്കിന്നോട് കൂടിയിട്ടും ഒക്കെ എടുക്കാം, ഇല്ലാതെ എടുക്കാം, ഒരു കുഴപ്പമില്ല. ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് സ്കിന്ന് റിമൂവ് ചെയ്തത്. സ്കിന്നോട് കൂടിയിട്ടുള്ളതായിരുന്നു. ഓക്കെ, ഇത് ജസ്റ്റ് ഞാനൊരു കുറച്ച് തൈരും ഉപ്പും ചേർത്തിട്ട് ഒരു 4 മണിക്കൂർ തേച്ച് വെച്ചിരുന്നു. പിന്നെ അത് ഞാൻ കഴുകി കളഞ്ഞാട്ടോ. അപ്പോൾ നന്നായി ഒരു സോഫ്റ്റ് ആയിരിക്കും ചിക്കൻ. ഇനി നമുക്കിത് ഈ മുരിഞ്ഞ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒന്ന് മറിച്ചിട്ടുണ്ട്. ഇത് ഈ മുരിഞ്ഞ ഉള്ളിയിൽ ഈ ചിക്കനൂടെ കിടന്നിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ നിൽക്കട്ടെ. കൂടെ ഞാനെടുത്ത ഒരു 3/4 ടേബിൾ സ്പൂണ് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ, നന്നായി പൊടിഞ്ഞില്ല, ചെറിയ ജീരകം, ക്യൂമിൻ ക്രഷ്ഡാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഈ ഉള്ളിയിലും ഇതെല്ലാം കൂടി ഒന്ന് പിടിച്ചിട്ട് 5 മിനിറ്റ് ഇതിലേക്ക് ചേർക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കില്ലേ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഇതാ ഇതിലേക്ക് ഇടുന്ന ഒരു 4-5 മിനിറ്റ് ആയിട്ടോ. ഇതിലേക്ക് ഞാനൊരു 2 വലിയ തക്കാളി അതേപടി മിക്സീൻ്റെ ചെറിയ ജാറിലിട്ട് അടിച്ചെടുത്താണ്. വെള്ളം ഒന്നും ചേർത്തില്ല. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. 1 കിലോ ചിക്കനാണ്. ഞാൻ ഇതിൻ്റെ മെഷർമെൻറ്റ്സും ഇൻഗ്രീഡിയൻസും കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് നോക്കിയാൽ മതിയേ. തക്കാളിയൊക്കെ അല്ലേ ഇതാ ഇതിൻ്റെ കൂടെ കിടന്ന് നന്നായി ഒന്ന് തിളച്ചുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കാൻ പോവുക. അരിക്കനുസരിച്ചാണ് വേണ്ടത്. അത് അരി ഞാൻ 3 കപ്പാണ് എടുക്കുന്നത്. അപ്പം 3 കപ്പ് അരിക്ക് 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള തോതിലാട്ടോ ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചത്. ഞാൻ ഇതിൽ കുറച്ച് തക്കാളിയിൽ വെള്ളമൊക്കെ ഉണ്ട്, അതൊക്കെ അനുസരിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ചെയ്യുക. ഇപ്പം 3 കപ്പിന് 1.5 കപ്പ് എന്നനുസരിച്ചാണെങ്കിൽ 4.5 കപ്പ് വേണം. ഞാനൊരു 3.5 കപ്പ് വെള്ളമേ ചൂടാക്കിയിട്ടുള്ളൂ കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. ബാക്കി തക്കാളിയിലുള്ള വെള്ളവും ഉണ്ട്, അതനുസരിച്ച് നിങ്ങൾ അരിക്കനുസരിച്ച് നോക്കിയാൽ മതി. ഇനി ഇതിൽ കിടന്നിട്ട് നമുക്ക് ഇതൊന്ന് തളിച്ചാൽ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം, ഒരു ഡ്രൈ ലെമണും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉണക്കനാരങ്ങല്ലേ അതും ചേർത്തിട്ട് ഒരു 20 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 20 മിനിറ്റായി നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്തുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഈ ചിക്കന് അല്ലേ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. വെള്ളം ഇല്ലാണ്ട് അതുപോലത്തെ ഒരു പ്ലേറ്റിലേക്കാണ് ഞാൻ മാറ്റുന്നത്. ചിക്കനൊക്കെ നന്നായി വെന്തുണ്ട്. ഇങ്ങനെ മാറ്റാം.
എന്നിട്ട് ഇതേ ഇതിൽ നമുക്ക് അരി വേവിച്ചെടുക്കാം. ചിക്കൻ മാറ്റിയിട്ട് കേട്ടോ. ചിക്കൻ ഒന്ന് ചെറിയൊരു മാരിനേഷൻ കൊടുത്തിട്ട് നമുക്ക് തവ ഗ്രില്ലോ ഓവനിലോ ജസ്റ്റ് ഒന്ന് ഈ വെള്ള കളർ ഒന്ന് മാറാൻ ചെയ്തെടുക്കാം. ഇനി ഇതില്ലേ, ഇതൊന്ന് നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മസാല തേച്ചെടുക്കുക. ഇത് എന്താണെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും 1/2 ടേബിൾ സ്പൂണ് അറബിക് മസാലയും കുറച്ച് കുരുമുളക് പൊടിയും 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെ 1/2 ടേബിൾ സ്പൂണ് ഒലീവ് ഓയിലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇതിൻ്റെ മേലേക്ക് ബ്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് കളറിനും ഈ വെള്ള കളർ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് തവയിൽ ഒത്തിരി തവാഗ്രില്ലേ ഒത്തിരി ഒലീവ് ഓയിൽ ആക്കിയിട്ട്, അല്ലേ ഓവനിലോലാണ് ജസ്റ്റ് ഒന്ന് ഓവനിൽ വെച്ചാലും മതി, അതും പെട്ടെന്നാവും. ഓക്കെ. ആ ചിക്കൻ വെന്ത വെള്ളമല്ലേ അത് ഞാൻ ഇവിടെ തീ കത്തിച്ച് നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരി ഞാൻ കഴുകി അരമണിക്കൂർ കുതിർത്തിയെടുത്ത് നന്നായി ഡ്രെയിൻ ചെയ്ത അരിയാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്നും ചെയ്യേണ്ട, ഉപ്പൊക്കെ വെള്ളത്തിലുണ്ടല്ലോ. ഇനി ഇതിലേക്ക് ഇട്ടിട്ട് ഉപ്പ് ജസ്റ്റ് നോക്കാം. എന്നിട്ട് അരി നല്ലോണം തിളച്ചിട്ട് തീ നന്നായി കുറച്ച് വെച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ വെള്ളമൊക്കെ വറ്റിപ്പോവും, ചോറ് വേവില്ല. ഓക്കെ. റൈസില്ലേ 1/4 വേവായിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ ഗ്രില്ല് ചെയ്ത് വെച്ച ചിക്കനില്ലേ അത് വെച്ചെടുക്കും. മേലെ 4 പീസായിട്ട് ഇതാ നല്ലൊരു കളറായില്ലേ. നേരത്തെ വെള്ള കളറല്ലായോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നൊന്ന് തവ ഗ്രില്ല് ചെയ്യാന്ന് കേട്ടോ. ഇനി ഞാനിതാ നമ്മളെ വെള്ളക്കടലല്ലേ ഇത് ഉപ്പിട്ടിട്ട് വേവിച്ചാട്ടോ. 3 ടേബിൾ സ്പൂണ് വെള്ളക്കടല കുതിർത്തി ഉപ്പിട്ട് വേവിച്ചെടുത്താണ്. ഇത് ഞാൻ ഒരു സൈഡിലേക്ക് കുറച്ച് മാറ്റി വെച്ചിട്ട് കുറച്ച് ഇടുന്നുണ്ട്. കുറച്ച് നമുക്ക് ഗാർണിഷിന് വെക്കാം. ഇത് ഇവിടെ ഇരുന്നോട്ടെ. ബാക്കിയൊക്കെ ഞാൻ ഇട്ടുണ്ട് സൈഡിലേക്ക്. പിന്നെ അതേപോലെ തന്നെ ഇത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഒരു 1/4 കപ്പ് ബദാമില്ല ആൽമണ്ട് അത് കുതിർത്തി തൊലി കളഞ്ഞെടുത്താണ്. ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഗാർണിഷ് ചെയ്യാൻ. അതും ഞാൻ ഈ ചിക്കൻ്റെ ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത ബുഖാരി റൈസിൻ്റെ. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ക്യാരറ്റ് ഇല്ലേ അതൊന്നും കുറച്ച് മാറ്റിയിട്ട് ബാക്കി ഞാൻ ഇതിലിട്ട് കൊടുക്കണ്ടേ. ഇതൊക്കെ ഇതിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. കുറച്ച് പിന്നെ നട്ട്സും അതെ. ഇപ്പം നട്ട്സ് നിങ്ങൾക്ക് കയ്യിൽ എന്താണോ ഉള്ളത് ഉപയോഗിക്കുക. അത് ഞാൻ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മാറ്റി വെച്ചിട്ട് 2 പച്ചമുളക് ഞാൻ ജസ്റ്റ് ഒന്ന് കീറിയിട്ട് അത് ഈ സെൻറ്ററിലും വെച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി ഞാനിത് നമ്മൾ ദം ചെയ്തെടുക്കുക കേട്ടോ. ഒരു 10-15 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് അടിച്ച് വെച്ചിട്ട് ഇതെല്ലാം ഇട്ടുണ്ട്. ഈ നട്ട്സൊക്കെ നിങ്ങൾക്ക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്ന് അടിച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ 10 മിനിറ്റ് ഇട്ടിട്ട് തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് കാണിച്ചു തരാം ഇങ്ങനെ പ്ലേറ്റ് ചെയ്യാം. ഒരു 3/4 മണിക്കൂറോളായിട്ടോ ഞാൻ ഓഫ് ചെയ്തിട്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ പച്ചമുളകൊക്കെ അല്ലേ ഇതിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് നല്ലൊരു മണം വരുന്നുണ്ട്. നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാറ്റിയിട്ട് ഈ നട്ട്സും ക്യാരറ്റൊക്കെ അല്ലേ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. കണ്ടോ. ഇനി ഞാനിതൊന്ന് മെല്ലെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാണ് റൈസുമായിട്ട്. എന്നിട്ട് നമുക്ക് മാറ്റാം. കണ്ടോ എന്തൊരു ഭംഗിയാണ് കാണാനെന്നറിയോ. ഇപ്പം എല്ലാവരും കണ്ടല്ലോ, വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റി ആട്ടോ ഇത്. ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇഫ്താറിനൊക്കെ എന്നും ഈ പത്തിരിയൊക്കെ അല്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ മാറ്റി ചെയ്ത് നോക്കാണ്ടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്നും പറയുന്നത് പോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.